നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ഡഗ്ഫോർഡിന്റെ ടണൽഡ് ഹൈവേ പ്ലാൻ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് വിദഗ്ധർ. മിസിസാഗ, ബ്രാംപ്ടൺ എന്നിവിടങ്ങളിൽ നിന്ന് പടിഞ്ഞാറ് മാർക്കം, സ്കാർബറോ വരെ നീളുന്ന ഒരു പുതിയ എക്സ്പ്രസ് വേ നിർമ്മിക്കാനുള്ള തന്റെ സ്വപ്നത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഓന്റാരിയോ പ്രീമിയർ ഡഗ്ഫോർഡ് വെളിപ്പെടുത്തിയിരുന്നു. സിറ്റി കൗൺസിലർ ആയിരിക്കുമ്പോഴേയുള്ള തന്റെ സ്വപ്നമാണ് ടണൽ ഹൈവേ എന്നും ഇത് സാക്ഷാത്കരിക്കുന്നതിനുള്ള പദ്ധതികൾ മെനയുകയാണ് താനെന്നുമായിരുന്നു ഫോർഡിന്റെ പ്രസ്താവന. എന്നാൽ പ്രവിശ്യയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലധികം ചിലവും ബാധ്യതയുമാകുന്ന പദ്ധതികൾ സ്ട്രീറ്റിന്റെ മുകളിൽ വെച്ച് കെട്ടണോ എന്നാണ് വിദഗ്ധർ ചോദിക്കുന്നത്. ജനന നിരക്കിലും ചുരുങ്ങി ഒതുങ്ങുന്ന കാനഡ, ജീവിത ചെലവും ദുസ്സഹമാകുന്ന ചുറ്റുപാടുകളും കനേഡിയൻ കുടുംബങ്ങളെ അണുകുടുംബത്തിൽ നിന്നും വീണ്ടും ചെറുതാകാൻ പ്രേരിപ്പിക്കുന്നതായി പഠനങ്ങൾ. ക്രമാനുഗതമായി കുറയുന്ന കാനഡയുടെ ഫെർട്ടിലിറ്റി നിരക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തി. കാനഡയുടെ 13 പ്രവിശ്യകളിൽ 10 റെക്കോർഡ് കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്ക് രജിസ്റ്റർ ചെയ്തു. പാൻഡമിക്കിന് ശേഷം ലോകക്രമത്തിലുണ്ടായ മാറ്റം കനേഡിയൻ ജീവിത സാഹചര്യങ്ങളെയും ബാധിച്ചുവെന്നും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് ഹൃദ്യസ്വാഗതമേകി ജസ്റ്റിൻ ട്രൂഡോ. കാനഡയിലേക്കുള്ള മാക്രോണിന്റെ രണ്ടാമത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി റൈഡോ കോട്ടേജിന് പുറത്ത് ആലിംഗനത്തോടെയും പുഞ്ചിരിയോടെയും ട്രൂഡോ മാക്രോണിനെ സ്വാഗതം ചെയ്തു. ഒട്ടാവയിലും മോൺട്രിയലിലും ഇരു നേതാക്കളും ഔപചാരിക കൂടിക്കാഴ്ചകൾ നടത്തും. ഇസ്രായേൽ ലെബനൻ സംഘർഷം, ഉക്രൈനിലെ യുദ്ധം, AI ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നിവ ഇരുവരുടെയും ചർച്ചകൾക്ക് അജണ്ടയാകുമെന്ന് കരുതപ്പെടുന്നു. 2035 കാനഡ അതിന്റെ കാർബൺ ഉദ്വമനം പകുതിയായി കുറയ്ക്കുമെന്ന കാലാവസ്ഥാ നയത്തെക്കുറിച്ച് ഫെഡറൽ ഗവൺമെന്റിനെ ഉപദേശിക്കുന്ന വിദഗ്ധ സമിതി. US, യൂറോപ്യൻ യൂണിയൻ, UK തുടങ്ങിയ മറ്റ് പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഈ ഉദ്യമത്തിൽ കാനഡ വളരെ പിന്നിലെന്ന് ഉറപ്പുവരുത്തുമെന്നും രാജ്യത്തിന്റെ നെറ്റ് സീറോ എമിഷൻ അക്കൗണ്ടബിലിറ്റി ആക്ടിന് കീഴിൽ 2035 പുതിയ നിയമപരമായ കാലാവസ്ഥാ ലക്ഷ്യം സ്ഥാപിക്കാൻ ഫെഡറൽ ഗവൺമെന്റ് തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ ഉപദേശം. ലെബനനിലെ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തിൽ വെടിനിർത്തലിനുള്ള US ഫ്രഞ്ച് നിർദ്ദേശം തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെടിനിർത്തൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രതികരിച്ചിട്ട് പോലുമില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതേസമയം തങ്ങളുടെ പദ്ധതികൾ എല്ലാവരും കാണാനിരിക്കുന്നതേയുള്ളൂവെന്നും ഇസ്രായേൽ പറയുന്നു. ആക്രമണം തുടരാനാണ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നെതന്യാഹു നൽകിയ നിർദ്ദേശമെന്നാണ് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്ന് PV അൻവർ MLA. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് താൻ ഉന്നയിച്ച പരാതികളിൽ മുഖ്യമന്ത്രി തന്നെ ചതിച്ചുവെന്നും സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പരസ്യയുദ്ധ പ്രഖ്യാപനം നടത്തി നിലമ്പൂർ MLA PV അൻവർ. നാട്ടിൽ നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ മുഖ്യമന്ത്രി അറിയാത്ത സാഹചര്യമാണെന്നും എല്ലാം നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്ന കാട്ടുകളനാണെന്നും അൻവർ തുറന്നടിച്ചു. പോലീസിൽ നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ശശി അറിയിക്കുന്നില്ല. ശശിയും ADGPയും എഴുതി കൊടുക്കുന്നത് വായിക്കുക എന്ന ചുമതല മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും അൻവർ ആരോപിച്ചു. സിനിമ കണ്ടിറങ്ങാൻ ഒരു 4 കുടുംബത്തിന് ചെലവാകുന്നത് 10,000 എന്ന കരൺ ജോഹറിന്റെ വാദം തെറ്റെന്ന് മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. സിനിമ കണ്ടിറങ്ങാൻ ഒരു കുടുംബത്തിന് ചിലവാകുന്നത് 1,560 രൂപയാണെന്ന് മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. നേരത്തെ കരൺ ജോഹറിന്റെ വാദം വലിയ ചർച്ചകൾക്ക് ഇടവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കണക്കുകൾ നിരത്തി മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തിയത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.